33 കൊണ്ട് എങ്ങനെ നമുക്ക് കോടി അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് പണം നമ്മളിൽ എത്താം, അല്ലെങ്കിൽ നമ്മുടെ സമ്പന്നതയിൽ എത്താം എന്നുള്ളതാണ് ക്യാപ്ഷൻ. 33 നമുക്ക് സമ്പന്നരാവാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ സമ്പന്നതയെ എടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ യെസ് എന്ന് താഴെ കമന്റിൽ ടൈപ്പ് ചെയ്യാം. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്, വളരെ സിമ്പിൾ ആണ് സബ്ജക്റ്റ്. നമുക്ക് എപ്പോഴും നമ്മുടെ വിഷയം എവിടെയെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടാറില്ല, തിരക്കാണ്. മെഡിറ്റേഷൻ തന്നെ വളരെ പുതുതായിട്ടാണ് നമ്മൾ ചെയ്യുന്ന, ഓടുന്ന ഓട്ടമാണ് നമ്മൾ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് ഓവർകം ചെയ്യണം. നമുക്ക് കണ്ണടച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ചിലപ്പോൾ വണ്ടി ഓടിക്കുന്നതാവാം, അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്താവാം, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്ദർഭത്തിൽ പെടുമ്പോൾ നമുക്ക് കണ്ണടച്ചിരുന്ന് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാനോ സാധിക്കുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം, എനിക്ക് അത്രയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് വിളിക്കുന്ന പേരാണ് റോബോട്ടിക് അഫർമേഷൻ. റോബോട്ടിക് അഫർമേഷൻ. റോബോട്ട്സുകൾ എങ്ങനെയാണോ ഒരു സംഭവത്തെ പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണോ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്, ആ ഫീഡ് കൊടുക്കുന്ന മെത്തേഡിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഞാൻ ഒരു 10 അഫർമേഷൻസ് നിങ്ങളോട് പറയാം, എഴുതി വെച്ചോളൂ. മലയാളത്തിൽ 10 അഫർമേഷൻസ്. ഇപ്പൊ ഒരു മിനിറ്റ്, ഞാനിവിടെ മലയാളത്തിൽ 10 അഫർമേഷൻസ് പറയാം. ഇത് നിങ്ങൾ എഴുതി വെക്കുക. ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട എങ്ങനെയാന്ന് ഞാൻ ആദ്യം പറയാം. 10 അഫർമേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 10 നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളിലും പെടുത്തിയ 10 അഫർമേഷൻസ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മുടെ ആരോഗ്യം, സമ്പത്ത്, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള അഫർമേഷൻസ് ആണ് പറയുന്നത്. 10 എഴുതി വെക്കുക. ഇത് എഴുതിയിട്ട് എന്ത് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം എഴുതിക്കോ, ഞാൻ സമ്പന്നനാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ സമ്പന്നനാണ്. 3 തവണ എഴുതുക. ഞാൻ സമ്പന്നനാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ സമ്പന്നനാണ്. രണ്ടാമത്തത്, പണം എനിക്ക് എളുപ്പത്തിൽ വരുന്നു, പണം എന്നിലേക്ക് എളുപ്പത്തിൽ വരുന്നു, പണം എന്നിലേക്ക് എളുപ്പത്തിൽ വരുന്നു, പണം എന്നിലേക്ക് എളുപ്പത്തിൽ വരുന്നു. 3 തവണയാണ് എഴുതുന്നത്. പണം എന്നിലേക്ക് എളുപ്പത്തിൽ വരുന്നു, പണം എന്നിലേക്ക് എളുപ്പത്തിൽ വരുന്നു, പണം എന്നിലേക്ക് എളുപ്പത്തിൽ വരുന്നു. ഞാൻ ആരോഗ്യവാനാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരോഗ്യവതിയാണെങ്കിൽ ആരോഗ്യവതിയാണ്. ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ ആരോഗ്യവാനാണ്. ആരോഗ്യവതി ഇത് ഉപയോഗിച്ചാൽ 2 മീനിങ് ഒക്കെയാണ്. എന്റെ ശരീരത്തിലെ എല്ലാ സെല്ലുകളും പൂർണ്ണ ഉന്മേഷത്തിലാണ്. എന്റെ ശരീരത്തിലെ എല്ലാ സെല്ലുകളും പൂർണ്ണ ഉന്മേഷത്തിലാണ്. എന്റെ ശരീരത്തിലെ എല്ലാ സെല്ലുകളും പൂർണ്ണ ഉന്മേഷത്തിലാണ്. ഇത് മാറ്റി എഴുതാം നിങ്ങളുടെ ആവശ്യത്തിന് കേട്ടോ. ഞാൻ ഇപ്പോൾ എക്സാമ്പിളുകളാണ് പറയുന്നത്. ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ്, ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ്, ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ്. ഞാൻ ആത്മവിശ്വാസമുള്ളവളാണ്, ഞാൻ ആത്മവിശ്വാസമുള്ളവളാണ്, ഞാൻ ആത്മവിശ്വാസമുള്ളവളാണ്. രണ്ടും എങ്ങനെയാണ് അവരൊരു കൺസിസ്റ്റ് മാറിയത്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, 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 ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ സ്നേഹപൂർണമായ ബന്ധങ്ങൾ ആകർഷിക്കുന്നു, ഞാൻ സ്നേഹപൂർണമായ ബന്ധങ്ങൾ ആകർഷിക്കുന്നു, ഞാൻ സ്നേഹപൂർണമായ ബന്ധങ്ങൾ ആകർഷിക്കുന്നു. ഇതെല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന അഫർമേഷൻ. ഇത് ഉപയോഗിച്ചാൽ തന്നെ കംപ്ലീറ്റ് സെറ്റായി. പിന്നെ ഒന്നും വേറൊന്നുമില്ല. 5 മേഖലയിലാണ് നമ്മൾ പറയുന്നത്, 5ഉം സെറ്റായി. ഓക്കെ. ഞാൻ സ്നേഹപൂർണമായ ബന്ധങ്ങൾ ആകർഷിക്കുന്നു, ഞാൻ സ്നേഹപൂർണ്ണം. അടുത്തത്, എന്റെ എല്ലാ ബന്ധങ്ങളും സമാധാനപൂർണമാണ്. എന്റെ എല്ലാ ബന്ധങ്ങളും സമാധാനപൂർണമാണ്. എന്റെ എല്ലാ ബന്ധങ്ങളും സമാധാനപൂർണമാണ്. അടുത്തത്, ഞാൻ വിജയിയാണ്, ഞാൻ വിജയിയാണ്, ഞാൻ വിജയിയാണ്. വിജയ് ആളെ പേരല്ല കേട്ടോ. ആ വിജയ് സിനിമ നടൻ വിജയല്ല, വിന്നറാണ് ഉദ്ദേശിച്ചത്. ഞാൻ വിജയിയാണ്, ഞാൻ വിജയിയാണ്, ഞാൻ വിജയാണ്. വിജയം എന്റെ സ്വന്തമാണ്, വിജയം എന്റെ സ്വന്തമാണ്, വിജയം എന്റെ സ്വന്തമാണ്. വിജയം എന്റെ സ്വന്തമാണ്, വിജയം എന്റെ സ്വന്തം. ഇനി ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നും കൂടി പറയാം. ഈ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ വികാരം ഇല്ല എന്നേ ഉള്ളൂ, ഇതിൽ വിശ്വാസം വേണം. ഈ പറഞ്ഞതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിജയം നിങ്ങളുടെ സ്വന്തമാണോ? നിങ്ങൾക്കത് നേടാൻ സാധിക്കുമോ? നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇത് നിങ്ങൾ ഈ എഴുതിയ സാധനം നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. ദർ ഇസ് നോ ഓപ്ഷൻ. കാരണം അത് നിങ്ങൾ കൊണ്ട് പറ്റും. അതിന് യാതൊരു തർക്കമില്ല. വിശ്വസിക്കാൻ കുഴപ്പമില്ല. വിശ്വസിക്കുക. ഇതിൽ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ എഴുതിയതിൽ പൂർണ്ണമായ വിശ്വാസം നിങ്ങൾക്ക് വേണം. അതിനുശേഷം
ഇത് എഴുതി തയ്യാറാക്കി ഒരു കയ്യിൽ ഒരു കടലാസിൽ വെക്കുക, ഒരു കടലാസിൽ എഴുതി തയ്യാറാക്കി കയ്യിൽ വെക്കുക. എപ്പോഴാണോ സമയം കിട്ടുന്നത് ഈ 33 മിനിറ്റ് നേരം, കൃത്യമായി 33 മിനിറ്റ് നേരം. അപ്പൊ ചോദിക്കും 30 മിനിറ്റ് കിട്ടിയില്ലെങ്കിലോ എന്ന്. കുഴപ്പമില്ല, നിങ്ങൾ നിർത്തുക. 10 മിനിറ്റ് ചെയ്തോ, 10 മിനിറ്റ് നിർത്തിയിട്ട് വീണ്ടും ചെയ്തു. ഒരു ദിവസം മിനിമം 33 മിനിറ്റ് ഈ സംഭവം പറയണം. അപ്പോൾ ഇത് 10 എണ്ണം പറഞ്ഞു പോകാനായിട്ട് നിങ്ങൾക്ക് എടുക്കുന്ന സമയം എത്രയായിരിക്കും? മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരെണ്ണം പറയണം, 3 എണ്ണം മുമ്പ് 30. നിങ്ങൾക്ക് ഒരെണ്ണം കഴിഞ്ഞു പോകാൻ മിനിമം നിങ്ങൾക്ക് എടുക്കും 3 മിനിറ്റ് നേരം. 3 മിനിറ്റ് 4 മിനിറ്റ് നേരം എടുക്കും ഒരു തവണ നിങ്ങൾക്ക് പറഞ്ഞു പോകാനായിട്ട്. സാധാരണ ഒരാളുടെ സ്പീഡിനനുസരിച്ച് വരുന്ന മാറ്റം ഉണ്ടാവും. സ്ലോലി പറയുന്നത് സ്ലോലി. അത് എത്ര തവണ പറ്റുമോ അത്രയും തവണ ഈ വെറുതെ ഈ സാധനം പറഞ്ഞോളാം. നിങ്ങൾ ഒന്നും നോക്കണ്ട, വായി തോന്നുന്ന പാട്ട് എന്ന രീതിയിൽ വെറുതെ പറഞ്ഞു, കൃത്യമായി പറഞ്ഞു. എഴുതി ഒരു പോക്കറ്റിൽ വെച്ചോളൂ, ആവശ്യം വരുമ്പോൾ നോക്കി പറഞ്ഞു. ഞാനൊക്കെ ഇത് നോക്കി പറഞ്ഞിട്ട്, ആദ്യമൊക്കെ നോക്കി പറഞ്ഞിട്ടാണ് ഞാനൊക്കെ പേപ്പറിൽ എടുക്കും, പേഴ്സണൽ ഉണ്ടാവും, എഴുതി വെക്കും, നോക്കി പറഞ്ഞ് ചെയ്തോളൂ. ചെയ്യേണ്ട എത്ര ദിവസമാണെന്നറിയാം? മിനിമം 33 ദിവസം നിങ്ങൾ ചെയ്യണം. ഇതാണ് 33 മിനിറ്റ്, 33 ദിവസം. എന്തുകൊണ്ട് 33 ദിവസം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ അറിയാം, മൈൻഡിനെ, സബ് മൈൻഡിലേക്ക് ഒരു സാധനത്തെ പ്രോഗ്രാം ചെയ്തെടുക്കാൻ ടെക്നിക്കലി പറയുന്ന സയന്റിസ്റ്റുകൾ പറയുന്നത്, ന്യൂറോ സയൻസ് പറയുന്നത് 21 ദിവസം വേണമെന്നാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കാറ്, ചില ആൾ അടിച്ചു പിടിച്ച് എങ്ങനെയെങ്കിലും 21 ദിവസം ഇത് ചെയ്ത് കളയും. ഇത്രയും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ചെയ്ത് കളയുന്നത്. അങ്ങനെയാണ് പൊതുവെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിന് തിരിച്ച് മാറ്റി പിടിക്കുകയാണ്, നിങ്ങൾ 33 ദിവസം ചെയ്യുക. അപ്പൊ പിന്നെ ആ ഒരു കോൺസെപ്റ്റ് തെറ്റിക്കാം, ഉറപ്പിക്കാം. അതോടുകൂടി നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം ചെയ്യാൻ.